നമസ്കാരം. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ദേശീയ ഗാനം പാടരുത് അങ്ങനെ എന്തെങ്കിലും ഒരു നിയമം കേരളം ഇറക്കിയിട്ടുണ്ടോ എന്നറിയില്ല, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അങ്ങനെ എന്തെങ്കിലും റെഗുലേഷൻസ് ഇറക്കിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ കേരള പോലീസിന് തിടുക്കമാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ദേശീയ ഗാനം പാടുന്നുണ്ടോ, ഗണഗീതം പാടുന്നുണ്ടോ, അങ്ങനെ പാടാൻ പാടില്ല എന്നുള്ള ഒരു നിയമം, പോലീസിൻ്റെ നിയമം ഇറക്കിയിരിക്കുകയാണ്. അതായത് കൊല്ലം പനയമുക്ക് ക്ഷേത്രത്തിൽ, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവത്തിൽ ദേശീയ ഗാനം പാടരുത്, പാടിയാൽ കേസെടുക്കും എന്നാണ് കേരള പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് ആരുടെ നിർദ്ദേശമാണ് എന്നറിയില്ല. CPMൻ്റെ നിർദ്ദേശം ആയിരിക്കാം. ഇന്ന് ക്ഷേത്രോത്സവത്തിൻ്റെ സമാപനമാണ്. ഒരു സ്വകാര്യ ക്ഷേത്രമാണ്, ദേവസ്വം ബോർഡ് ക്ഷേത്രം പോലുമല്ല. ഇനി ദേവസ്വം ബോർഡ് ക്ഷേത്രമാണെങ്കിൽ തന്നെ അത് ഹിന്ദുവിൻ്റെ ക്ഷേത്രമല്ലേ? ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിനകത്ത് ദേശഭക്തി ഗാനം അല്ല, ദേശവിരുദ്ധ ഗാനമല്ലല്ലോ. ദേശഭക്തി ഗാനം മുഴങ്ങിക്കേൾക്കുന്നതിൽ എന്താണ് തെറ്റ്? ഗണഗീതത്തിൽ ഹിന്ദു വിരുദ്ധമായോ ദേശവിരുദ്ധമായോ ഒന്നും തന്നെ എഴുതിയിട്ടില്ല. അങ്ങനെയുള്ള ഗണഗീതം ക്ഷേത്രത്തിൽ മുഴങ്ങിക്കേൾക്കുന്നതിൽ എന്താണ് തെറ്റ്? അതേതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടല്ല. ആ പ്രസ്ഥാനത്തിലെ ആൾക്കാർ എഴുതുന്നുണ്ടെങ്കിൽ തന്നെ, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ അനുഭാവികളോ അല്ലെങ്കിൽ പ്രവർത്തകരോ എഴുതുന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ രാഷ്ട്രത്തെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങളാണ്, ഹിന്ദുവിന് വേണ്ടി എഴുതിയിട്ടുള്ള ഗണഗീതങ്ങളാണ്. ആ ഗണഗീതങ്ങൾ എന്തിന് ക്ഷേത്രങ്ങൾ പാടുന്നതിൽ നിന്ന് വിലക്കണം കേരള പോലീസ്? തീർച്ചയായിട്ടും ഇത് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ്, കേരളത്തിൻ്റെ DGP ഇതിന് മറുപടി പറയുക തന്നെ വേണം. നാട്ടുകാർ നടത്തുന്ന ക്ഷേത്രമാണിത്. എന്തായാലും ക്ഷേത്രത്തിൽ ഈ രീതിയിൽ പോലീസ് അതിക്രമം തുടർന്നാൽ ശക്തമായ പ്രതിഷേധമുയർത്തുമെന്ന ഹൈന്ദവ സംഘടനകൾ പറഞ്ഞിട്ടുണ്ട്. പ്രതിഷേധവുമായി അവരെത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് ഗണഗീതങ്ങൾ ഒഴിവാക്കാൻ പറയുവാനുള്ള ഒരധികാരവും കേരള പോലീസിനില്ല. ഭരണസമിതി ഈ ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട്. വരുന്നിടത്ത് വെച്ച് കാണാം. കേരളത്തിലെ ഹിന്ദു തങ്ങളുടെ അരയും തലയും മുറുക്കിക്കൊണ്ട് തങ്ങളുടെ പോക്കറ്റിൽ നിന്ന് മിച്ചം പിടിച്ച കാശ് കൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ നടത്തുന്നത്. ആ ക്ഷേത്രങ്ങളിലേക്ക് കടന്നു കയറി ഗസ്നികളെപ്പോലെ ഈ ക്ഷേത്ര ഉത്സവങ്ങൾ അലങ്കോലമാക്കുവാനുള്ള ഏതധികാരമാണ് കേരളത്തിൻ്റെ പോലീസിനുള്ളത്? അങ്ങനെ ഒരു അധികാരവും കേരളത്തിൻ്റെ പോലീസിനില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള തിട്ടൂരങ്ങളുമായി കേരളത്തിൻ്റെ ഹിന്ദു ക്ഷേത്രങ്ങളിലേക്ക് കടന്നു കയറിയാൽ പ്രതിഷേധങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇന്ന് കൊല്ലത്ത് കാണാൻ പോകുന്നത്. എന്തായാലും പോലീസ് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൊല്ലം പനയമുക്കിൻ്റെ ക്ഷേത്രോത്സവ വേദി അലങ്കോലമാക്കാൻ പോലീസ് ശ്രമിക്കരുത് എന്നതാണ് സത്യത്തിൽ പൊതുജനാഭിപ്രായത്തെ മുൻനിർത്തി തത്തുമൈ ന്യൂസിൻ്റെ അഭിപ്രായം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.